വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം. ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഓണം കഴിഞ്ഞിട്ടുണ്ടാവാം. എൻ്റെ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഓണം സെലിബ്രേഷന് ഞങ്ങളുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷന് ഞാൻ പോവാണ്. അപ്പൊ എല്ലാ പ്രാവശ്യവും ഞാൻ കേരള സാരി അല്ലെങ്കിൽ സെറ്റ് കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം കേരള സാരി ഉണ്ട്, ബ്ലൗസ് ഇല്ല. അപ്പൊ ഞാൻ അവിടുത്തെ ഈ സാരി കൊടുക്കാന്ന് വെച്ചു. ഇത് എനിക്ക് സിഫിനാന്റെ കസിൻ സിസ്റ്റർ വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. നമ്മുടെ എറണാകുളംകാർക്ക് അറിയായിരിക്കും, ഷോപ്പ് വിത്ത് മാലതി എന്ന് പറഞ്ഞ തൃപ്പൂണിത്തുറയിലെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് മേടിച്ച സാരി ഉണ്ട്. അപ്പൊ ഈ സാരിയാണ് ഞാൻ ഇന്ന് വെയർ ചെയ്തത്. അപ്പൊ തന്നെയാണ് മുടി ആദ്യമായിട്ടാണ് ഇതുപോലെയൊക്കെ മുടിയൊക്കെ കെട്ടി സ്റ്റൈൽ ചെയ്തേക്കണം. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോ ഞാൻ ഓണം സെലിബ്രേഷന് പോവാണ് ഓഫീസിൽ. അപ്പൊ അവിടുത്തെ ചെറിയ വിശേഷങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും ഓണം ആഘോഷിക്കുന്ന ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നേരെ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഓഫീസിലെത്തി കേട്ടോ. അപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ ബാക്കി കൊളീഗ്സ് എല്ലാം വന്നു. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടു തുടങ്ങിയായിരുന്നു. നമ്മുടെ ഒരു ഡിസൈനർ നമ്മുടെ ഈ പൂക്കളം വരക്കണം, അതിൻ്റെ ഡിസൈൻ സെറ്റ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഹെൽപ്പ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ട്. അതുപോലെ തന്നെ ബാക്കി കുറച്ച് പേര് പൂക്കളൊക്കെ നമ്മുടെ പൂക്കൾ കിള്ളി എടുക്കണമല്ലോ, പൂക്കളൊക്കെ കിള്ളി അത് ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് ഓരോ പൂക്കളായിട്ട് ഓരോരുത്തരും ഓരോരോ ഭാഗങ്ങളായിട്ട് ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ കാഴ്ചകൾ. ഒരുവിധം എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ബാക്കി ഗെയിംസ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പടം വരച്ച് കഴിഞ്ഞു ഡിസൈനർ. അപ്പോൾ പൂക്കൾ കിള്ളി ഇത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാവശ്യം വന്നപ്പോൾ എല്ലാവരും കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഓരോരോ കാഴ്ചകൾ നിങ്ങൾ കണ്ടുപിടിക്കും. സലിയ, ഇവിടെ നോക്കിയേ, ഒരു ഹായ് പറയോ, ഒരു ഹായ് പറയോ, ഹായ്. പല്ലു ഗൈസ്, അപ്പോൾ നമ്മുടെ ഓണപ്പൂക്കളത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മുടെ ലോഗോയാണ്, കമ്പനി ലോഗോയാണ് മിഡിൽ പോർഷനിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരും മാറി മാറി പൂക്കളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെയും ചെറുതായിട്ട് കട്ട് ചെയ്തിടലും എല്ലാമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കളം സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മുടെ പൂക്കളം കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ 2024 ഓഫീസിലെ ഓണത്തിൻ്റെ പൂക്കളം ഗൈസ്. അപ്പോൾ ഓണം നമ്മുടെ പൂക്കളം റെഡിയായി. ഇനി അടുത്ത ഓണം എന്ന് പറഞ്ഞാൽ ഓണസദ്യ കഴിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് നമ്മൾ ഈ പ്രാവശ്യം ഓർഡറാണ് ചെയ്തത്. നമ്മൾ റോസ് ഫുഡ് എന്ന് പറഞ്ഞാൽ കരൂരുള്ള ഒരു കാറ്ററിംഗ് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അടിപൊളി സദ്യയായിരുന്നു. പായസത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പരിപ്പ് പായസം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാ കറികളും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ സദ്യ തുടങ്ങി. ഞങ്ങളുടെ ഓണസദ്യ ഈ പ്രാവശ്യത്തെ ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം.
എത്രേ എത്രേ രണ്ടിന് കണ്ട കണ്ട ശാലൊന്നും കൂടെ കളിക്കോ വീഡിയോക്ക് നീ എന്റെ മുക്കിന്റെ താഴെ എവിടെയെങ്കിലും കൊണ്ടേ എന്തായാലും നോക്കും സെക്കൻഡ് പ്രൈസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. സെക്കൻഡ് വേണ്ടേ? ഒട്ടിച്ചാ എന്താ അടുത്ത അളവെടുക്കാം നമ്മളാ. സെറ്റ് നേരെ സ്ട്രൈറ്റ് ബോക്സ് അടിച്ചോ. അവ വേറെ രീതി ഷിനീഷിന് വെല്ലുവിളിയായിട്ട് നിൽക്കണ അത് അടുത്താണ് അളക്കണത്. കൊണ്ടു വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്യും. ഗ്ലാസ്സിൽ മുത്തിന് എടി ഇത് പൊക്കി പിടിയടി. അങ്ങനെ അജ്മലിന്റെ പോക്കി എത്ര ക്ലാസ്? ലാസ്റ്റ് ക്ലാസ് അജ്മൽ ലാസ്റ്റ് ക്ലാസ് ഉണ്ട്. അജ്മൽ ഇൻഷാദ് അന്ന ചേച്ചി പ്രാക്ടീസ് അന്വേഷിച്ച് രാത്രി മൊത്തം പ്രാക്ടീസ് ആയിരുന്നു. ശിവചന്ദ്രൻ
രക്ഷയില്ലട്ടോ മലപ്പുറം പറക്കുന്നുണ്ട് ഇവൻ ഡെവലപ്പർ ആവുന്നതിന് മറ്റേ കുളിക്കുന്നതൊക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷങ്ങൾ. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കുറേ നാൾക്ക് ശേഷം നമുക്കിതൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറേ ഓർമ്മകളല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാനിതെല്ലാം ഇങ്ങനെ എടുത്ത് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം.